കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നതിൽ സംശയമൊന്നുമില്ല. ഇവിടുത്തെ സുഖകരമായ കാലാവസ്ഥ, വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭവങ്ങൾ, സമൃദ്ധമായ സസ്യസമ്പത്ത്, ജലവിഭവങ്ങൾ, ഇവയ്ക്കെല്ലാം ഉപരി മതേതരമായ മലയാളി മനസ്സുകളും കൂടി ചേർന്ന് ഇതിനെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിലെത്തുന്ന കാലവർഷം മലയാളിക്ക് ഒരുപാട് സുഖകരമായ ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ കൃത്യമായി എത്തുന്ന കാലവർഷത്തോടൊപ്പം സ്കൂളിലേക്ക് പോവുക, മഴയത്ത് പൊഴിയുന്ന കായ്കനികൾ പെറുക്കുക, മഴയത്തുണ്ടാകുന്ന കണ്ണിത്തുള്ളി കണ്ണോട് ചേർക്കുക, ഒഴുക്കുവെള്ളത്തിൽ കടലാസ് തോണികൾ വിടുക, പറമ്പിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഓടിക്കളിക്കുക, കനലിൽ ചുട്ടെടുത്ത കപ്പയോ കശുവണ്ടിയോ മഴയ്ക്കൊപ്പം ആസ്വദിക്കുക. അങ്ങനെ നൂറായിരം സുഖകരമായ ഓർമ്മകൾ കാലവർഷ മലയാളിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് കാലവർഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളക്കെട്ട്, അതുപോലെ മഹാപ്രളയം, മഹാദുരന്തം ഇവയൊക്കെയായി ഓരോ മലയാളി മനസ്സിനെയും വേട്ടയാടുന്നു. എന്താണ് കേരളത്തിലെ കാലവർഷത്തിനും കാലാവസ്ഥയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഭൂപ്രകൃതി അനുസരിച്ച് മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായിട്ടാണ് കേരളത്തെ തരംതിരിച്ചിരിക്കുന്നത് എന്ന് നാം എല്ലാവരും പഠിച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2000 മീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ച് കിടക്കുന്ന വനനിബിഡം ആയിട്ടുള്ള സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പശ്ചിമഘട്ട മലനിരകളാണ് നമ്മുടെ മലനാട്. നമ്മുടെ എല്ലാ മാനുഷിക പ്രവർത്തനങ്ങളും കൃഷിയും ഒക്കെ ഉൾപ്പെട്ട ഇടനാട്, അറബിക്കടലിൻ്റെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ വിശാലമായ തീരപ്രദേശം, ഈ 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾക്കും കാലവർഷവുമായി അതീവമായ ബന്ധമുണ്ട്. നമ്മുടെ അന്തരീക്ഷ താപനിലയെയും നീരാവിയെയും നിയന്ത്രിക്കുന്ന തീരപ്രദേശം, അതുപോലെ അതിനെ വിന്യസിക്കുന്ന ഇടനാട്, അവയെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്ന മലനാട്, ഇവ ശക്തമായ കാലവർഷത്തെ ഓരോ വർഷവും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. 1924 മുല്ലപ്പെരിയാർ ഡാമിനോടനുബന്ധിച്ച് നമുക്കൊരു മഹാപ്രളയമുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം കാലവർഷം വളരെ സാധാരണമായാണ് കേരളത്തിൽ കടന്നു പോയിക്കൊണ്ടിരുന്നത് 2018 വരെ. എന്നാൽ 2018 ശേഷം ഇങ്ങോട്ട് ഓരോ വർഷവും അത് മഹാദുരന്തമായി കേരളത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം പ്രളയത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓരോ മലയാളിയെയും ചിന്തിപ്പിക്കുന്ന ഒരു അനിതര സാധാരണമായ അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു. പ്രളയത്തിൻ്റെ കാരണങ്ങൾ ഒരുപാടാണ്. നമുക്ക് ഒരുപാട് കാരണങ്ങൾ നാം പഠിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾക്ക് നാം പ്രസംഗത്തിന് വിഷയമായി നൽകുന്ന വനനശീകരണം മുതൽ ഇങ്ങോട്ട് നൂറായിരം കാരണങ്ങളും പഠന റിപ്പോർട്ടുകളും നമ്മുടെ കയ്യിലുണ്ട്. ഏറ്റവും ഒടുവിലായി നാം എത്തി നിൽക്കുന്നത് മേഘവിസ്ഫോടനവും അതിതീവ്ര മഴയുമാണ്. പ്രളയത്തിൻ്റെ കാരണങ്ങളിലൊന്നാണത്. എന്താണ് മേഘവിസ്ഫോടനം അല്ലെങ്കിൽ അതിതീവ്ര മഴ? തീരദേശത്തോട് അനുബന്ധിച്ച് അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുമ്പോൾ, സാധാരണയിൽ കവിഞ്ഞ് കൂടുമ്പോൾ, അത് സാധാരണയിൽ കവിഞ്ഞ നീരാവിയെ ബാഷ്പമാക്കി മുകളിലേക്ക് എത്തിക്കുന്നു. അത് ഊഷ്മാവ് കുറഞ്ഞ അല്ലെങ്കിൽ ചൂട് കുറഞ്ഞ മലനിരകൾക്കടുത്തെത്തുമ്പോൾ മഴയായി പൊഴിയുന്നു. എന്നാൽ സാധാരണയിൽ കവിഞ്ഞ നീരാവി ആയതുകൊണ്ട് അത് മഹാമേഘങ്ങളായി രൂപാന്തരപ്പെടുകയും ഏറ്റവും വലിയ പേമാരിയായി, അതായത് അതിതീവ്ര മഴയായി കേരളത്തിലേക്ക് വരികയും ചെയ്യുന്നു. ഇതിൻ്റെ ഒരു കാരണം ആഗോളതാപനം തന്നെയാണ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് നമ്മൾ പറയുന്ന കാരണം തന്നെയാണ്. അത് അന്തരീക്ഷ ഊഷ്മാവിനെ സാധാരണയിൽ കവിഞ്ഞ് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഈ കാരണം ലോകത്ത് ആകമാനമുള്ള, ഭൂമിയിലൊട്ടാകെയുള്ള മാനുഷിക പ്രവർത്തനങ്ങളുടെ ഫലമാണ്. അതിന് കേരളത്തിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ ഈ അതിതീവ്ര മഴയായി താഴേക്ക് പൊഴിയുന്ന വെള്ളത്തെ നമ്മുടെ ഭൂമി എങ്ങനെയായിരുന്നു നേരത്തെ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് നമുക്ക് നോക്കാം. 2 വിധത്തിലായിരുന്നു. ഒന്ന്, നമുക്ക് 44 നദികളുണ്ടായിരുന്നു. ഈ നദികളിലൂടെ
സ്വതന്ത്രമായി ഈ വെള്ളം ഒഴുകി കടലിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ മാർഗം. രണ്ടാമത്, സമതലത്തിൽ വീഴുന്ന മഴവെള്ളത്തെ ഭൂഗർഭത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ സംഭരിച്ചു വെച്ച് നമ്മുടെ കിണറുകളിലും ശുദ്ധജല തടാകങ്ങളിലുമൊക്കെ ഉറവയായി തിരിച്ചു നൽകുന്ന ഒരു മഹത്തായ പ്രക്രിയയും പ്രാകൃതികമായി നടക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഭൂമി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഇനി ഇന്ന് ഇതെങ്ങനെയാണ് ഉരുൾപൊട്ടലായും മണ്ണിടിച്ചിലായും വെള്ളപ്പൊക്കമായും ഒക്കെ പരിണമിച്ചത്? ഉരുൾപൊട്ടൽ എന്താണ് എന്നുകൂടി നമുക്ക് നോക്കാം. മലയിൽ വീഴുന്ന വെള്ളം അല്ലെങ്കിൽ എവിടെയെങ്കിലും മഴയായി പൊഴിയുന്ന വെള്ളം അതിന് ഉപരിതലത്തിന് തൊട്ട് അകത്തുള്ള പാറക്കെട്ടുകളിലെ സുരക്ഷിത സ്ഥാനങ്ങളിൽ, അതിന് പ്രവേശിക്കാൻ കഴിയുന്ന സ്ഥാനങ്ങളിൽ അത് സംഭരിക്കപ്പെടുകയും ഒരളവിൽ കൂടുമ്പോൾ അത് അതിനു ചുറ്റുമുള്ള ദുർബല പ്രദേശങ്ങളിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അത് ചെളിയും മണ്ണും കല്ലും സസ്യജാലങ്ങളും എല്ലാം അതിൻ്റെ വഴിയിലുള്ള എല്ലാത്തിനെയും വഹിച്ചുകൊണ്ട് വളരെ തീവ്രമായി ശക്തിയായി താഴേക്കൊഴുകുന്നു. ഇതാണല്ലോ ഉരുൾപൊട്ടൽ. ഇനി നേരത്തെ ഇതിനെ എങ്ങനെയായിരുന്നു ഭൂമി കൈകാര്യം ചെയ്തിരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏകദേശം 15 വർഷം കൊണ്ട് നമ്മുടെ വനം 21% നശിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് സസ്യജാലങ്ങൾ നഷ്ടപ്പെട്ടുവെന്നും കോടിക്കണക്കിന് വേരുകൾ നഷ്ടപ്പെട്ടുവെന്നുമാണ് അതിൻ്റെ അർത്ഥം. ഈ വേരുകൾ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്? അത് മണ്ണിലേക്ക് ഇറങ്ങിച്ചെന്ന് മണ്ണിനെ പിടിച്ചു നിർത്തി മണ്ണിനെ ശക്തമാക്കുന്നു എന്നുള്ള ഒരു പ്രക്രിയ കൂടി അത് നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാ പ്രദേശങ്ങളും വനനശീകരണം എവിടെയൊക്കെ നടക്കുന്നു ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ അത് ജലസംഭരണികൾക്ക് ചുറ്റുമുള്ള പ്രദേശം ദുർബലമായിക്കൊണ്ടേയിരിക്കുന്നു എന്നും ഈ ദുർബലതയിലൂടെ ഉരുൾപൊട്ടലായി വെള്ളം വെളിയിലേക്ക് പ്രവഹിക്കുന്നു എന്നും വേണം നാം അനുമാനിക്കാൻ. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ ഒരു ഭാഗം ജലം സമതലത്തിൽ വീണ് ഭൂഗർഭത്തിലേക്ക് പോകുന്നു. ഇന്നെന്താണ് ഇന്ന് നമ്മുടെ ഏകദേശം 50% അത്രയും ചതുപ്പു നിലങ്ങളും നെൽവയലുകളും ഒക്കെ നമ്മൾ നികത്തി അത് കെട്ടിടങ്ങളായിട്ട് മാറ്റുന്നു. അതുമാത്രമല്ല, അതിനു ചുറ്റും കിലോമീറ്റർ കണക്കിന് വിസ്തൃതിയിൽ നാം കോൺക്രീറ്റോ ടൈൽസോ പാകി ഭൂമിയും വെള്ളവുമായുള്ള ബന്ധം, മഴവെള്ളവുമായുള്ള ബന്ധത്തെ നമ്മൾ ആവരണം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിന് പ്രതിബന്ധമുണ്ടാക്കിയിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് മഴയായി പൊഴിയുന്ന വെള്ളത്തിന് കടലിലെത്തിച്ചേരാൻ കഴിയുന്നത്, ഭൂഗർഭജലമാകാൻ കഴിയുന്നത്? അതിനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ ആവരണം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ മൂടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ സ്വാഭാവികമായി വെള്ളത്തിന് അതിന് എവിടെയാണോ തങ്ങി നിൽക്കാൻ കഴിയുന്നത് അവിടെ തങ്ങി നിൽക്കുക മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇനി ഈ കാര്യങ്ങൾ ഓർക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർമ്മയിൽ വരുന്നുണ്ട്. അത് നമ്മുടെ സിന്ധു നദീതട നാഗരികതയിലെ നഗരാസൂത്രണമാണ്. ഏകദേശം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു നഗരാസൂത്രണവും ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ നഗരാസൂത്രണവും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ ഇന്ന് നാം എത്തി നിൽക്കുന്നത് ഒരു ക്വാണ്ടം വേൾഡിലാണ്, അല്ലെങ്കിൽ ശാസ്ത്രയുഗത്തിലാണ്. ടെക്നോളജി നമ്മുടെ വിരൽ തുമ്പിലുണ്ട്. ആ സാഹചര്യത്തിലെ നഗരാസൂത്രണവുമായി നമ്മൾ താരതമ്യം ചെയ്താൽ നമ്മളാണോ മോഹൻജദാരോയിലെ പഴയ സംസ്കാരമെന്നും അവർ നമ്മുടെ ക്വാണ്ടം വേൾഡിലെ ആധുനിക സംസ്കാരമാണോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന വിധത്തിൽ അത്രയും മനോഹരമായ ഒരു നഗരാസൂത്രണമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്ന് വളരെ ബുദ്ധിശൂന്യവും വളരെ അക്രമീകൃതവുമായ ഒരു നഗരാസൂത്രണമാണ് നമുക്ക് ഉള്ളത്. ഇന്ന് നമ്മുടെ മാലിന്യ സംസ്കരണം വളരെ ബുദ്ധിശൂന്യമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ തുറസായ സ്ഥലങ്ങളിലും ചതുപ്പു നിലങ്ങളിലും നദികളിലും എല്ലാം
മാലിന്യം, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുടെ ഒരു ആവരണം കൊണ്ട് നാം ഭൂമിയെയും അന്തരീക്ഷത്തെയും വേർതിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭൂമിക്ക് ശ്വസിക്കുവാനോ ഭൂമിക്ക് ദാഹം തീർക്കുവാനോ ഉള്ള സാഹചര്യത്തെ നാം പൂർണ്ണമായും ബന്ധിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി ഓർമ്മയിൽ വരുന്നുണ്ട്. നമ്മൾ സൗകര്യപൂർവ്വം മറന്നുപോയതോ നമുക്കനുയോജ്യമായി മാറ്റി എഴുതിയതോ വെട്ടിത്തിരുത്തിയതോ മറന്നു പോയതോ ആയ ഒരു കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. അതാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. പശ്ചിമഘട്ട മലനിരകളിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെക്കുറിച്ച് പഠിച്ച് സമർപ്പിച്ച ഒരു റിപ്പോർട്ടാണിത്. ഇതിൽ ഏകദേശം 60% പരിസ്ഥിതി ലോല പ്രദേശങ്ങളുണ്ടെന്നും അവിടെ അടിയന്തിരമായി ചെയ്യേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും നിർദ്ദേശിക്കുന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു അത്. പക്ഷേ നമുക്കത് അനുയോജ്യമല്ലാത്തതിനാൽ നാം അതിനെ വെട്ടിത്തിരുത്തി മറ്റൊരു റിപ്പോർട്ടായി, കസ്തൂരിരംഗൻ റിപ്പോർട്ടായി, പിന്നീടത് മറന്നുപോയ ഒരു റിപ്പോർട്ടായി നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 75ഓളം മേഖലകൾ പരിസ്ഥിതി ലോലമാണ്. അതിൽ 25ഓളം കേരളത്തിലുണ്ട്. ഉദാഹരണത്തിന് വയനാട്, കുറുവ ദ്വീപ് ഉൾപ്പെട്ട പരിസ്ഥിതി ലോല മേഖലകൾ. ഇവിടെ 2016 അടിയന്തിരമായി ഖനനം നിർത്തിവെക്കണമെന്നും പൊതുവസ്തുക്കൾ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങൾ ഒരിക്കലും സ്വകാര്യവൽക്കരിക്കപ്പെടരുതെന്നും ജൈവ കൃഷി മാത്രമേ നടത്താൻ സാധ്യമാകൂ എന്നും ഖനനം, പാറ പൊട്ടിക്കൽ, നദിയുടെ പ്രവാഹം തടയൽ മുതലായ എല്ലാ ജോലികളും അടിയന്തിരമായി നിർത്തിവെക്കണമെന്നും നിർദ്ദേശിക്കുന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. അതിനെയും നാം പൂർണ്ണമായും അവഗണിച്ചിരിക്കുന്നു. ഇനി എന്താണ് നമുക്ക് ഇതിന് ഒരു മാർഗം എന്ന് നോക്കാം. അടിയന്തിരമായി ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അനധികൃതമായി നടത്തുന്ന ഏതൊരു പ്രവർത്തനത്തിനും ഒരു കാരണങ്ങളും, അതായത് നെപ്പോട്ടിസം ഉൾപ്പെടെ ഒരു കാരണങ്ങളും അതിന് തുണയായി നിൽക്കരുത്, അല്ലെങ്കിൽ അതിന് അംഗീകാരം നൽകാൻ ശ്രമിക്കരുത് എന്നും നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഒരിക്കലും ചുവപ്പ് നാടകളിൽ കുടുങ്ങിക്കിടക്കരുത് എന്നും ഉള്ള കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഭൂമിക്ക് ശ്വസിക്കാൻ അവസരം നൽകണം. അതിൻ്റെ ദാഹം തീർക്കാൻ നാം അവസരം നൽകണം. ഭൂമിയുമായി നമുക്ക് അഭേദ്യമായ ഒരു ബന്ധമുണ്ടാകണം. 2 മാസം അല്ലെങ്കിൽ 3 മാസം പെയ്യുന്ന മഴയെ ഏറ്റുവാങ്ങാനുള്ള ശക്തി നാം ഭൂമിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇന്നു മുതൽ നമ്മൾ ചെയ്യേണ്ടതായ കാര്യം. ഈ ഓണത്തിന് നമ്മുടെ സമ്മാനം അതാകട്ടെ ശരിയായിട്ടുള്ള മാലിന്യ സംസ്കരണവും അതുപോലെ തന്നെ തുറസായ സ്ഥലങ്ങളിൽ മഴവെള്ളത്തിന് താഴേക്ക് താഴാനുള്ള ഒരു അവസരവും ഒക്കെ നാം സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ഓണസമ്മാനം ഭൂമിക്ക് നൽകാം. ഇന്നു മുതൽ തുടങ്ങാം, നാളെ മുതലല്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാടായിരുന്നു കേരളം എന്നല്ല പറയേണ്ടത്. അത് ഇന്നും നാളെയുമൊക്കെ ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ് എന്ന് വരുത്തി തീർക്കാൻ നമുക്കൊരു ടാഗ് ലൈൻ വെക്കാം. നമുക്ക് കാലവർഷത്തെ ഭൂമിക്ക് സമർപ്പിക്കാം. അങ്ങനെ നമുക്ക് വരുന്ന വർഷങ്ങളിലെ കാലവർഷത്തെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്യാം.